ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും അഭിമാനത്തിന്റെയും വികസിത ഭാരതത്തിനായുള്ള നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഹർ ഘർ തിരങ്കയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി മത്സ്യബന്ധനയാനങ്ങളിൽ 1,00,000 ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ 5 അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. കാണാതായവർക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ദൃശ്യങ്ങളിൽ തീയതിയും സമയവും രേഖപ്പെടുത്തണമെന്ന് TV ചാനലുകൾക്ക് നിർദ്ദേശം നൽകി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം തുടരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. വാർത്തകൾ വിശദമായി. ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ ജനകീയ പ്രസ്ഥാനമായി മാറിയതായും സ്വാതന്ത്ര്യത്തിന്റെയും അഭിമാനത്തിന്റെയും വികസിത ഭാരതത്തിനായുള്ള നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണിതെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. സ്വാതന്ത്ര്യദിനത്തിൽ വീടുകളിൽ ദേശീയ പതാക ഉയർത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിനെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഹർ ഘർ തിരങ്കയിൽ പങ്കുചേർന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഹർ ഘർ തിരങ്ക ബൈക്ക് റാലി ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. हर घर तिरंगा हमारी स्वतंत्रता, हमारे गौरव, विकसित भारत के प्रति हमारी प्रतिबद्धता को दर्शाता है. आज का दिन हमारे लिए बहुत महत्वपूर्ण है. हर घर तिरंगा एक अभियान है जो आजादी के अमृत महोत्सव का हिस्सा है. 2021 में लोगों को तिरंगा घर लाने और भारत की स्वतंत्रता के 75वें वर्ष पूरे होने के अवसर पर इसे फहराने के लिए प्रोत्साहित करने के लिए शुरू किया गया था. ഭാരത് മണ്ഡപം മുതൽ മേജർ ധ്യാൻചന്ദ് ദേശീയ സ്റ്റേഡിയം വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, റാം മോഹൻ നായിഡു കിഞ്ചുരാപ്പു, കിരൺ റിജിജു, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ ജനതയെ ഒന്നായി ചേർത്ത് നിർത്തുന്ന ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ അഭിമാനമാണെന്ന് സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തിരങ്ക യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ യാത്രയിൽ പങ്കെടുക്കും. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി മത്സ്യബന്ധനയാനങ്ങളിൽ 1,00,000 ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. മത്സ്യത്തൊഴിലാളികൾ സമുദ്രാതിർത്തി ലംഘിച്ചാൽ മുന്നറിയിപ്പ് നൽകുന്നതിന് ട്രാൻസ്പോണ്ടറുകൾക്ക് സാധിക്കും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഫിഷറീസ് മേഖല സുപ്രധാന സംഭാവനകൾ നൽകുന്നതായും മന്ത്രി പറഞ്ഞു. 60,000 കോടി രൂപയുടെ മത്സ്യ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ പ്രതിവർഷം കയറ്റുമതി ചെയ്യുന്നത്. രാജ്യത്തെ 3 കോടി ജനങ്ങൾ തൊഴിലെടുക്കുന്ന ഫിഷറീസ് മേഖലയുടെ ക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ 5 അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായി ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ സംഘം പരിശോധിക്കും. ദുരന്ത സാഹചര്യവും ഉരുൾപൊട്ടലിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് സംഭവിച്ചതെന്നും വിലയിരുത്തിയ ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. പ്രദേശത്തെ അനുയോജ്യമായ ഭൂവിനിയോഗവും വിദഗ്ധ സംഘം ശുപാർശ ചെയ്യും. അതേസമയം ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ആവശ്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യമൊന്നാകെ വയനാടിനൊപ്പമുണ്ടെന്നും ഗവർണർ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട്ടെ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വയനാട് പുനരധിവാസത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളുടെ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുമ്പോൾ തീയതിയും സമയവും രേഖപ്പെടുത്തണമെന്ന് സ്വകാര്യ TV ചാനലുകൾക്ക് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ദുരന്തമോ പ്രകൃതിക്ഷോഭമോ ഉണ്ടായ ദിവസം മുതലുള്ള ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്നത് അനാവശ്യമായ ആശയക്കുഴപ്പത്തിനും കാഴ്ചക്കാർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുമ്പോൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്ത് 3 പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്.
കുളം, തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞു തന്നെ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് ഇതിനുള്ളത്. വിശദാംശങ്ങളിലേക്ക്. കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്നവരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇതൊരു പകർച്ചവ്യാധിയല്ല. എന്നാൽ 97% മരണനിരക്കുള്ള ഈ രോഗം ബാധിച്ചവരിൽ ലോകത്താകെ 11 പേരും സംസ്ഥാനത്ത് 2 പേരുമാണ് രോഗമുക്തി കൈവരിച്ചത്. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുതെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. വർഷങ്ങളായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ മൂക്കിൽ വലിച്ചു കയറ്റുകയോ ചെയ്യരുത്. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സപ്ലൈകോ ഓണച്ചന്തകൾ അടുത്ത മാസം 4-ന് തുടങ്ങുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താൻ മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ നാളെ യോഗം ചേരും. ഓണക്കാലത്ത് വിലക്കയറ്റവും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിനുള്ള യോഗം ഇന്നും ചേരുന്നുണ്ട്. കളക്ടർമാർ, ഭക്ഷ്യ സെക്രട്ടറി, സിവിൽ സപ്ലൈസ് കമ്മീഷണർ, സപ്ലൈകോ CMD, ലീഗൽ, മെട്രോളജി അധികൃതർ, ജില്ലാ സപ്ലൈ ഓഫീസർമാർ എന്നിവർ പങ്കെടുക്കും. പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം തുടരുന്നു. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെയാണ് കൊലപ്പെടുത്തിയത്. സമരത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളം ആരോഗ്യ സേവനങ്ങൾ തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട്. കുറ്റവാളികൾക്ക് കർശന ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പശ്ചിമബംഗാളിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെ വിവിധ ആശുപത്രികളിലെ ജൂനിയർ ഡോക്ടർമാരും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പലയിടങ്ങളിലും അത്യാഹിത വിഭാഗം ഒഴികെയുള്ള സേവനങ്ങളെ സമരം സാരമായി ബാധിച്ചിട്ടുണ്ട്. കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പുരോഗതിയുണ്ടാക്കാൻ സംസ്ഥാന പോലീസിന് കഴിയുന്നില്ലെങ്കിൽ അന്വേഷണം CBIക്ക് കൈമാറുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ അറിയിച്ചിരുന്നു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ 2-അംഗ സംഘം ഇന്ന് ആശുപത്രി സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. പ്രക്ഷേപണ സേവന നിയന്ത്രണ ബില്ലിന്മേൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതിനുള്ള കാലാവധി ഒക്ടോബർ 15 വരെ നീട്ടി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. വിശകലനങ്ങൾക്ക് ശേഷം പുതിയ കരട് നിയമം പുറത്തിറക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ നവംബറിലാണ് പൊതുജനാഭിപ്രായം ആരാഞ്ഞ് കരട് ബില്ല് പ്രസിദ്ധീകരിച്ചത്. നിരവധി സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇതിൽ അഭിപ്രായങ്ങൾ ലഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങുന്നതിന് പ്രതിവർഷം 300 രൂപ അനുവദിച്ച് മധ്യപ്രദേശ് സർക്കാർ. 7 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്കാണ് അക്കൌണ്ട് വഴി തുക കൈമാറുന്നത്. 19 ലക്ഷം കുട്ടികൾക്ക് 57 കോടി രൂപ ഇതിനായി അനുവദിച്ചു. കർണാടക, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിദ്യാർത്ഥിനികൾക്കായി സൌജന്യ സാനിറ്ററി നാപ്കിൻ നൽകുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ തുക കൈമാറുന്നത് ഇതാദ്യമായാണ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറായ മലയാളി താരം PH ശ്രീജേഷ് അടക്കമുള്ള താരങ്ങൾക്ക് വിമാനത്താവളത്തിന് പുറത്ത് ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത്. വെങ്കല മെഡൽ നേടിയ ഹോക്കി താരങ്ങളെ കാണാൻ നിരവധി ആരാധകരാണ് എത്തിച്ചേർന്നത്. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായി മുൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖ്വാത്ര ചുമതലയേറ്റു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് MD തൗഹീദ് ഹുസൈൻ. ഉഭയകക്ഷി ബന്ധം പരസ്പര താൽപര്യത്തിൽ അധിഷ്ഠിതമാണെന്നും ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിർത്താനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ധാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ ഉൾപ്പെടെയുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി സംവദിച്ച ശേഷം മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകുകയായിരുന്നു തൗഹീദ് ഹുസൈൻ. ഭരണ നേതൃത്വത്തിൽ മാറ്റം വന്നിരുന്നെങ്കിൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷവും അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമമായ എക്സിന്റെ ഉടമ എലോൺ മസ്കുമായി നടത്തിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും അഭിമാനത്തിന്റെയും വികസിത ഭാരതത്തിനായുള്ള നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഹർ ഘർ തിരങ്കയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി മത്സ്യബന്ധന യാനങ്ങളിൽ 1 ലക്ഷം ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ 5-അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ദൃശ്യങ്ങളിൽ തീയതിയും സമയവും രേഖപ്പെടുത്തണമെന്ന് TV ചാനലുകൾക്ക് നിർദ്ദേശം നൽകി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം തുടരുന്നു.
പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.